വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വചനങ്ങൾ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 16-ാം തീയതി ഈ ഞായറാഴ്ച രാത്രിയിൽ നമ്മൾ ഈശോയുടെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ ഇരിക്കുമ്പോൾ ഈശോ എപ്രകാരമാണ് നമ്മൾ പിതാവിനെ പോലെ ആയിത്തീരേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഈശോ പറഞ്ഞു തുടങ്ങുകയാണ്, നിങ്ങൾ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കുവേ. നമ്മൾ എങ്ങനെയാണ് പൂർണ്ണത പ്രാപിക്കേണ്ടത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പിതാവിനെ പോലെ ആയി തീർന്നവനാണ് പുത്രൻ. പുത്രനെ പോലെ ആയി തീരേണ്ടവരാണ് പുത്രനിൽ വിശ്വസിക്കുന്നവരായ നമ്മൾ. ആ നമ്മളോട് ഈശോ പറയുകയാണ്, നിങ്ങൾ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈ കരുണയുടെ ഒരു 4 എക്സ്പ്രഷൻസ് ഈശോ അക്കമിട്ട് പറയുകയാണ്. അതിലൊന്ന് നിങ്ങൾ വിധിക്കാതിരിക്കുവിൻ എന്നതാണ്. നിങ്ങൾ കുറ്റം വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ വിധിക്കാതിരിക്കുക, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ അതാണ്, നീ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നീ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഈ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് പിതാവിൻ്റെ ഒരു മനോഭാവമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബജീവിതത്തിൽ എത്രമാത്രമാണ് ഈ കുറ്റം വിധിക്കലുകൾ നടക്കുന്നത്. അപ്പോൾ വിധിക്കലാണ്, അവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയാണ്, വിധിക്കുകയാണ്. അതൊന്ന്. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങൾ അങ്ങനെ വിധിക്കാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കരുണയുള്ളവരാണ്, നിങ്ങൾ പിതാവിനെ പോലെയാണ്. രണ്ടാമതായിട്ട്, കുറ്റമാരോപിക്കാതിരിക്കുവിൻ. ആ തെറ്റ് ചെയ്തത് നീയാണ് എന്ന് പറഞ്ഞുള്ള കുറ്റമാരോപണങ്ങൾ, നീ കാരണമാണ് ഈ പരാജയം ഉണ്ടായത്. ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ കാരണമാണ് മക്കൾ പഠിക്കാത്തത്. ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടാണ് മകൻ ഇപ്പോൾ മദ്യപിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കുറ്റാരോപണങ്ങളാണ്. എങ്കിൽ നീ കയറി വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവിടുത്തെ നഷ്ടങ്ങൾ, ഇവിടുത്തെ തിന്മകളുടെ എല്ലാറ്റിൻ്റെയും കാരണം നീയാണ് എന്ന് പറഞ്ഞ് കുറ്റമാരോപിക്കുന്നു. കൂട്ടുകാർ തമ്മിൽ പരസ്പരം കുറ്റമാരോപിക്കുന്നു. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ കുറ്റമാരോപിക്കുന്നു. നിങ്ങളാണിതിൻ്റെ കാരണം. ഈശോ പറയുകയാണ്, നിങ്ങൾ കുറ്റാരോപണം നടത്താതിരിക്കുക. അപ്പോൾ നിങ്ങൾ പിതാവിനെ പോലെ ആയിത്തീരും. കരുണയുടെ ഒരു എക്സ്പ്രഷനാണ് ഈ കുറ്റാരോപണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട്, ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുക. നിങ്ങൾക്കറിയാം, അപരൻ തെറ്റുകാരനാണ്, അവൾ തെറ്റുകാരിയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ ചെയ്ത തെറ്റിനെ ആത്മാർത്ഥമായി ക്ഷമിക്കുക. ഈശോ കുരിശിൽ ക്ഷമിച്ചതുപോലെ, കുരിശ് വഹിച്ചു കൊണ്ടുപോയ ഈശോ ക്ഷമിച്ചതുപോലെ, അന്യായമായി കുറ്റം വിധിക്കപ്പെട്ടവനായ ഈശോ തന്നെ കുറ്റം വിധിച്ചവരോട് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുന്നവനാകുക. കരുണയുടെ 4ാമത്തെ എക്സ്പ്രഷനാണ് ഉദാരമായിട്ട് കൊടുക്കുക. നിനക്ക് പങ്കുവെക്കാൻ പറ്റുവോളം, ഗീവ് അണ്ടിൽ ഇറ്റ് ഹർട്ട്സ് എന്നാണ് പറയുന്നത്. നിനക്കൊരു പ്രയാസം ഉണ്ടാകുന്നിടത്തോളം നീ അത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉദാരമായി കുത്തി നിറച്ച് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നത്?
നമ്മുടെ കയ്യിൽ നമുക്ക് സ്നേഹമുള്ളത് കൊടുക്കാൻ പറ്റും, കരുണ കൊടുക്കുക, അപ്പോൾ ക്ഷമ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഉദാരമായി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നിനക്ക് അവരെന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഗീവ് എ സ്മൈൽ, ഉദാരമായിട്ട് കൊടുക്കുക. നല്ല വാക്കുകൾ, അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, അത് ഉദാരമായി കൊടുക്കുക. നല്ലൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക, നല്ലൊരു പ്രചോദനം കൊടുക്കുക, നല്ലൊരു അഭിനന്ദനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നീ ഉദാരമായിട്ട് കൊടുക്കുക. സമ്പത്തുള്ളവർ ഉദാരമായിട്ട് കൊടുക്കുക. അപ്പോൾ കൊടുക്കുന്ന ആർക്കും ഈശോ പറയാണ് നഷ്ടമുണ്ടാവുകയില്ല. നീ അങ്ങനെ ഉദാരമായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും. ഇതൊരു വാഗ്ദാനമാണ്. ബൈബിളിൽ 7000-ലധികം വാഗ്ദാനങ്ങളുണ്ട്. 7000-ലധികം വാഗ്ദാനങ്ങളിൽ ഉള്ളതിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് നിങ്ങൾ കൊടുക്കുവിൻ, നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ മടിയിലേക്ക് ഇട്ട് തരുമെന്നുള്ളത്. നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന അളവ് കൊണ്ട് തന്നെ നമുക്ക് അളന്ന് കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ഷമിക്കുന്നതിൽ ചെറിയ അളവാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മളോട് ക്ഷമിക്കുമ്പോഴും ചെറിയ അളവുകൾ ഉണ്ടാവുള്ളൂ. നമ്മൾ കൊടുക്കുന്നതിൻ്റെ അളവ് വളരെ ചുരുങ്ങിയതാണെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ ആ അതേ അളവിലായിരിക്കും കിട്ടാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊക്കെ വലിയ അളവുള്ളത് കുറ്റമാരോപിക്കുമ്പോൾ വലിയ അളവിലാണ് കുറ്റമാരോപണം, വിധിക്കുമ്പോൾ വലിയ അളവിലാണ്, ക്ഷമിക്കാതിരിക്കുമ്പോൾ, വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ അളവിലാണ് അതൊക്കെ സൂക്ഷിക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ രാത്രിയിൽ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്, കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോയുടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വചന വെളിച്ചം നമ്മെ അടിമുടി വിശുദ്ധീകരിക്കട്ടെ. നിനക്ക് കുറ്റം വിധിക്കുന്ന ശീലമുണ്ടെങ്കിൽ, കുറ്റാരോപണം നടത്തുന്ന ശീലമുണ്ടെങ്കിൽ അത് ഈ വചനത്തിൻ്റെ ശക്തിയിൽ നിന്നിൽ നിന്ന് അത് വിട്ടുപോകട്ടെ. ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാതെ ഹൃദയത്തിൽ വിദ്വേഷം കൊണ്ടു നടക്കുന്ന ഒരു അരൂപിയാണെങ്കിൽ, വിദ്വേഷത്തിൻ്റെ ഒരു ദുർബോധം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്ന് ഈ രാത്രിയിൽ വിട്ടുപോകട്ടെ. കൊടുക്കാൻ പറ്റാത്ത വിധം നീ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിനക്ക് കർത്താവിനെ ഈശോയെപ്പോലെ കൊടുക്കാൻ പറ്റുന്ന വിധം നിൻ്റെ ഹൃദയം ഉദാരമായിട്ട് മാറട്ടെ. ആ ഉദാരതയുടെ ദൈവാത്മാവ് ഈ വചനത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിന്നിൽ വന്ന് നിറയട്ടെ. പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കാം. പിതാവിനെ പോലെ കരുണയുള്ളവരായി തീരാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ രാത്രിയിൽ ഈ വചനത്തിലൂടെ തരുന്ന അഭിഷേകത്തെ ഓൺ ചെയ്യാം. അതിനെ ഏറ്റെടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യാശീർവാദം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും ഇപ്പോൾ തുളഞ്ഞു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, ആത്മീകമായ ആവശ്യങ്ങളുണ്ട്, എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളുണ്ട്. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അനേകം മക്കളുടെ പ്രാർത്ഥനകൾ, വന്ധ്യമായ ഉദരങ്ങളും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളും കൈക്കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടും. പരീക്ഷ എഴുതുന്ന മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭയങ്ങൾ, രോഗപീഠകൾ രാത്രിയിൽ വിട്ടുമാറി ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവർ സുനാമത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ സൗഖ്യം പ്രാപിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങൾ ഈ രാത്രിയിൽ സംഭവിക്കട്ടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകമെമ്പാടും നടക്കുന്ന, പ്രത്യേകിച്ച് തപസ് കാലത്ത് നടക്കുന്ന വചന ശുശ്രൂഷകളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒറീസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല ജനതകളെയും സൃഷ്ടപ്രപഞ്ചം മുഴുവനെയും സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ,
കാരുണ്യമേ ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി സ്നേഹമേ കരുണകയർ പിടിച്ച് നയിച്ചിടും പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഈ സമയത്ത് ഈ വചന ശുശ്രൂഷയിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.